ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസ്സി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചക്കക്കാലമാണല്ലോ, അപ്പോൾ പഴുത്ത ചക്ക വെച്ച് വളരെ രുചികരമായിട്ട് ഒരു ഹൽവ എങ്ങനെ തയ്യാറാക്കാം എന്നതാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ കാണിക്കുന്നത്. കുട്ടികളും വലിയവരും എല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണിത്. അതിനായിട്ട് ഞാൻ ചക്ക ഇതുപോലെ പറിച്ചെടുത്ത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി മിക്സിയുടെ ജാറിലിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചു കൊണ്ടുവരാം. കട്ടകളൊന്നുമില്ലാതെ നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ നമുക്കിത് അരച്ചെടുത്ത് കൊണ്ടുവരണം. ഇതുപോലെ അരച്ചെടുത്ത് കൊണ്ടുവരണം. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ചുവട് കട്ടിയുള്ള ഒരു കടായി ചൂടാക്കി അതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ആദ്യം ചേർത്ത് കൊടുക്കാം. ആ നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരച്ചു കൊണ്ടുവന്നിട്ടുള്ള ചക്കയുടെ പേസ്റ്റ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നെയ്യുമായിട്ട് ആ ചക്കയുടെ പേസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലേക്ക് വെക്കുന്നതാണ് നല്ലത്. ഇനി നെയ്യുമായിട്ട് ആ ചക്കയുടെ മിക്സ് നന്നായിട്ട് യോജിച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് മധുരത്തിന് ആവശ്യമായുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയിലും ഇത് തയ്യാറാക്കാവുന്നതാണ്. ഞാനിവിടെ ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ ശർക്കരയെല്ലാം ലയിച്ച് ആ ചക്കയുമായിട്ട് മിക്സായിട്ട് വരും. നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. ഇനി ശർക്കരയെല്ലാം ലയിച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 കപ്പ്, അതായത് 240 ml കപ്പിൽ 1 കപ്പ് തേങ്ങാപ്പാലിലേക്ക് 1.5 ടീസ്പൂൺ കോൺഫ്ലോർ നന്നായിട്ട് കട്ടയില്ലാതെ കലക്കിയെടുക്കാം. ഈ കോൺഫ്ലോർ മിശ്രിതം നമുക്ക് ആ ചക്കയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കോൺഫ്ലോറും കൂടെ ചേരുമ്പോഴാണ്, തേങ്ങാപ്പാലും കോൺഫ്ലോറും കൂടെ ചേർന്ന മിശ്രിതം ഒഴിച്ച് നന്നായിട്ട് ഇളക്കുമ്പോൾ ഇത് പെട്ടെന്ന് കുറുകി വരാൻ സഹായിക്കും. രണ്ട് 3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങും. ഞാൻ ഒരു നുള്ള് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. ഇനി ഒരു ഫ്ലേവറിനായിട്ട് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വീണ്ടും ഞാൻ 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. അടി പിടിക്കാതിരിക്കാൻ ഫ്ലെയിം മീഡിയത്തിനും ലോയ്ക്കും ഇടയിലാക്കി വയ്ക്കണം. മീഡിയത്തിനേക്കാൾ കൂടുതൽ ഫ്ലെയിം ഒരിക്കലും വയ്ക്കരുത്. വീണ്ടും ഞാൻ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹലുവയാണ് ഇത്. നമുക്ക് വളരെ കട്ടിയായിട്ട് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ആ കടായിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവം വരെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ. ഇതുപോലെ കടായിൽ നിന്ന് വിട്ട് വരുന്ന പരുവമാകുന്നവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി അല്പം മയം പുരട്ടി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ആ ചൂടോട് തന്നെ നമുക്ക് അത് ഇട്ട് കൊടുക്കാം. സ്പാറ്റില വെച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക ഹൽവ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് അല്പം നേരം മാറ്റി വയ്ക്കാം. നന്നായി തണുത്ത് കഴിഞ്ഞാൽ പാത്രത്തിൽ നിന്ന് നമുക്കത് എടുത്തു മാറ്റാൻ സാധിക്കും. വളരെ രുചികരമായിട്ടുള്ള ഒരു ഹൽവയാണ് ചക്ക ഹൽവ. എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടും. ഞാൻ അല്പം കശുവണ്ടി പരിപ്പ് അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചക്ക ഹൽവ തണുത്ത ശേഷം ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇതുപോലെ നല്ല നല്ല ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചിട്ട് നമുക്ക് പാത്രങ്ങളിൽ സൂക്ഷിച്ച് വയ്ക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ല.
3-4 ദിവസം വരെ തന്നെ ഇത് പുറത്ത് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അതിൽ കൂടുതൽ ദിവസം വേണമെങ്കിൽ നമുക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് നമുക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയാണ് ചക്ക ഹൽവ. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.